ഇപ്പൊ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ഒരേ ഒരു ഇൻവെസ്റ്റ്മെന്റ് അത് SIP ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്ക് നോക്കാം എന്താണ് SIP എന്നുള്ളത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു. ഞാൻ ഒരു കാര്യം ഞാൻ ഫസ്റ്റ് ആദ്യമേ തന്നെ പറയാം, ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കുന്ന ഒരു ആൻഡ്രോയിഡ് ഫോണിലാണ്. അത്ര കുറഞ്ഞൊരു ഫോണൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. വേറൊന്നുമില്ല, എന്റെ ഐഫോണിന്റെ സ്റ്റോറേജ് ഫുള്ളായി. അത് അതിൽ ഒരുപാട് പെൻഡിങ് വർക്ക്സ് കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലുള്ളതൊന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ക്വാളിറ്റി ലോസ് നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. സോ എന്തായിരുന്നാലും SIP എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം പറയും. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന റെസ്പോൺസ് കൊണ്ടാണ് ഞാൻ ഒരു SIP എന്ന് പറഞ്ഞ വീഡിയോ തന്നെ ഇപ്പോഴേ ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാം എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ ത്വരയായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. നമുക്ക് ഈ ഒരു എന്താണ് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന് അകത്ത് നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണെന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പതുക്കെ പതുക്കെ ഇൻവെസ്റ്റ്മെന്റിലോട്ട് പോകാം. അതല്ലേ കുറച്ചും കൂടെ ബെറ്റർ. നമുക്ക് അങ്ങനെ ചെയ്യാം. സി, നമുക്ക് ഫസ്റ്റ് SIP തന്നെ തുടങ്ങാം. SIP ഞാൻ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് എന്നുള്ളതാണ് SIP എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ചെയ്യാൻ പോകും, ഏതൊരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്യുമല്ലോ. ആ ഒരു സെയിം സംഭവം തന്നെയാണ് ഈ SIP എന്നും പറയുന്നത്. കുറച്ചും കൂടെ ലഘുവായിട്ട് പറഞ്ഞാൽ, ലഘുവല്ല, ഇത് കുറച്ച് ലോങ് ആയിട്ട് പോകും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഞാൻ മാസം തോറും 100 രൂപ, അതായത് 2 വർഷത്തേക്ക് എന്റെ മാസം തോറും ഒരു നിശ്ചിത എമൗണ്ടിൽ ഒരു സ്റ്റോക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാണ്. ആ ഒരു സ്റ്റോക്ക് എനിക്ക് 10% റിട്ടേൺസ് എനിക്ക് തരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ 100 രൂപ വെച്ച് 2 വർഷത്തേക്ക്, അതായത് 24 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്. ആ ഒരു ഇൻവെസ്റ്റ് ചെയ്ത തുകയോടൊപ്പം തന്നെ ഈ ഒരു 10% നമുക്ക് റിട്ടേൺസ് ആയിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ SIP എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. സംഭവം വെച്ചാൽ ഇപ്പം ഒരു സ്റ്റോക്ക്, ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. എക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്, ആ ഒരു സ്റ്റോക്ക് റിട്ടേൺസ് നമുക്ക് 10% തരും. ആ ഒരു 10% തന്ന സ്റ്റോക്കിൽ നമ്മൾ മാസം തോറും 100 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. അത് നിശ്ചിത ടൈം പീരീഡ് ഉണ്ട്. ടൈം പീരീഡ് എന്ന് വെച്ചാൽ 2 വർഷം, മിനിമം 1 വർഷം. ഈ ഒരു വർഷത്തിൽ നമ്മൾ 100 രൂപ വെച്ച് ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് 10% റിട്ടേൺ കിട്ടുന്ന ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 1 വർഷം കഴിയുമ്പോൾ ഈ ഒരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും പോയിട്ട് ആ ഒരു 10% റിട്ടേൺസ് നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ SIP എന്നുള്ളത്. എനിക്കറിയാം നിങ്ങൾ SIP എന്ന് പറയുമ്പോൾ എന്തോ വലിയൊരു സംഭവമാണെന്ന് പേടിച്ചിരിക്കും. അത് വലിയ വലിയ ട്രേഡേഴ്സും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എക്സ്പേർട്സ് ഈ ഒരു SIPയിൽ 10,000 25,000 വരെ നിക്ഷേപിക്കുന്നവരുണ്ട്. അത് അത്രയും വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നവരാണ്. മാസത്തിൽ ഈ ഒരു എമൗണ്ട് ഇത്ര ഒരു നിശ്ചിത കാലയളവിൽ സെറ്റ് ചെയ്ത് ഇടുന്നത്. ഇത് നമ്മൾ ലഘുവായിട്ട് പറയുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ വലിയ വലിയ ട്രേഡേഴ്സിന്റെ പുറകെ ഒന്നും പോകണ്ട. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു എമൗണ്ട് വെച്ച് തുടങ്ങുക എന്ന് പറഞ്ഞത് ഈ ഒരു SIP എന്ന് പറയുന്ന മോഡലിൽ ഉണ്ടെന്നുള്ളതാണ്. SIP എന്നല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാത്തിലും ഉണ്ട്. ദെൻ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലായ? അല്ലെങ്കിൽ ഒന്നും കൂടെ പറയാം, ഞാൻ പറഞ്ഞത്. ഇപ്പം ഒരു നമ്മുടെ കയ്യിലുള്ള ഒരു കേവലം ഒരു 100 രൂപ ഒരു നിശ്ചിത കാലയളവത്തിലേക്ക് ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര ശതമാനം റിട്ടേൺസ് കിട്ടുന്ന ഒരു സ്റ്റോക്കിലേക്ക് 1 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് SIP എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി കൂടെ പറഞ്ഞു തരാൻ എനിക്ക് പറ്റൂല, ചുമ്മാ ഇരുന്നാണ്. മനസ്സിലായ? SIP ചെയ്തുകൊണ്ട് ഗുണമുണ്ടോ എന്ന് വെച്ചാൽ ഗുണമേ ഉള്ളൂ. അത് നമ്മുടെ മാർക്കറ്റിൽ ഇരുന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും SIP റിട്ടേൺസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്ക്, ഇപ്പോൾ എക്സാമ്പിൾ റിലയൻസ് ആണെന്ന് വെച്ചാൽ, എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞാൽ ചാടി കയറി റിലയൻസിലൊന്നും പോകരുത്. എക്സാമ്പിളിൽ റിലയൻസ് നമുക്ക് 10% റിട്ടേൺസ് തരുമെങ്കിൽ 1 വർഷത്തേക്ക് റിലയൻസിന്റെ SIP നമ്മൾ എടുക്കുക. മാസം തോറും നിങ്ങൾക്ക് ഇഷ്ടമോ 100 200 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് പോയിട്ട് ഈ ഒരു 10% റിട്ടേൺസ് റിലയൻസ് നിങ്ങൾക്ക് തരും ആ ഒരു സമയത്ത്. അക്കോർഡിംഗ് ടു മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിംഗിന്റെ വാല്യൂ അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന റിട്ടേൺസ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ഡൗൺ ചെയ്യുക. ചാടിക്കയറി ഒന്നും ചെയ്യരുത്. അതാണ് പറഞ്ഞത്, നമ്മൾ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് എല്ലാം ഒന്ന് പഠിച്ചു വന്നിട്ട് പതുക്കെ തുടങ്ങാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് മാത്രം ഒന്ന് ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയാൽ മതി. മനസ്സിലായില്ലേ? കാരണം ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇറങ്ങാൻ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബട്ട് ആരും വലിയ രീതിയിൽ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഞാനും വലിയൊരു എക്സ്പേർട്ട് ഒന്നും അല്ല. ഞാനും നിങ്ങളെ പോലെ ഇത് പഠിക്കണം എന്ന് ആഗ്രഹിച്ച് ഇറങ്ങിയ ഒരുത്തൻ തന്നെയാണ്. എനിക്ക് ഇവിടെ തുറന്നു കിടക്കുന്ന സാഹചര്യം ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? സംഭവം ഇത്രേ ഉള്ളൂ. 2025 കണക്ക് പ്രകാരമുള്ള ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന SIP സ്റ്റോക്ക് മാർക്കറ്റ്
ഏതെന്ന് ചോദിച്ചാൽ ഞാൻ അത് പറഞ്ഞു തന്നാൽ നിങ്ങൾ അത് ചാടി കയറി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ലാസ്റ്റ് അത് എനിക്ക് തന്നെ പാരയാവും. അങ്ങനെ ചെയ്യണോ വേണ്ടെന്ന് ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. SIP ടോപ്പായിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകൾ ഞാൻ ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല, മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലായെന്നാണ് എൻ്റെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി. ഉറപ്പായിട്ടും ക്ലിയർ ചെയ്ത് തന്നെ തരും. മനസ്സിലായി? നമുക്ക് ഈ ഒരു ജേണി നമുക്ക് ഉറപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പോവാം. നമുക്ക് കിട്ടുന്നൊരു എമൗണ്ട്, ഈവൻ നമ്മളാരും കയ്യിൽ സ്വർണ്ണക്കാരൻ്റെയായിട്ട് ജനിച്ചവരല്ല. നമ്മളെല്ലാവരും പണിക്കും പോയി ജോലിക്കും പോയി കിട്ടുന്ന പൈസ സ്വരുക്കൂട്ടി ഈവൻ പല മോട്ടിവേഷനും പറയുന്ന പോലെ, പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും പറയുന്നത് പോലെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലേ പണം ഗ്രോ ആവുള്ളൂ, റിച്ച് ആവുള്ളൂ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കാം. ഇത്രത്തോളം സക്സസ് ആവും നോക്കട്ടെ. മനസ്സിലായില്ലേ? ഈ ഒരു ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചാലേ നമ്മളെ കയ്യിൽ പൈസ നിൽക്കുള്ളൂ. മനസ്സിലാക്കുക. മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത് സിനിമയിൽ പറയുമ്പോൾ അതൊരു കലയാണ്. ആ ഒരു കല നമ്മുടെ നല്ലതുപോലെ ജീവിതത്തിൽ പ്രയോഗിച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളവും കിട്ടുന്ന സാലറിയും എല്ലാം പല വഴിക്ക്. മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അതോ എന്തായിരുന്നാലും അടുത്തൊരു പാർട്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ കണ്ടാൽ എന്താ തകല്ലേ അപ്പോ അടുത്തൊരു പാർട്ടിൽ ഇതിലും മികച്ചൊരു വീഡിയോ ആയിട്ടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റിംഗ് ആയിട്ട് തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും ഞാൻ വരുന്നത്. സോ എന്തായിരുന്നു നോക്കാം. അപ്പോൾ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടെ എനേബിളും കൂടെ ചെയ്ത് വെക്കുക, എന്നാലും നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അത് മാത്രമല്ല, എൻ്റെ വ്ളോഗിങ് ആണെങ്കിൽ ഞാൻ ഷോർട്സിൽ എൻ്റെ വ്ളോഗിങ് ഇടും, എൻ്റെ ജേർണീസ് ഇടും. സോ ഇതിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് കുണയ്ക്കണ വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഷോർട്സിലാണെങ്കിൽ ഞാൻ വൈബായിട്ടുള്ള വീഡിയോ ഇടും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ദിസ് ബൈ ഫ്രം ഗ്രോ വിത്ത് ആഷ്.